ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിൻ്റെ മൂന്നാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരവസരം കൂടി നൽകി തന്ന ദിവ്യകൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഈ മൂന്നാമത്തെ പാഠത്തിലേക്ക് എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം നമുക്കൊന്ന് ചിന്തിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനങ്ങൾ നമുക്ക് ശ്രവിപ്പാൻ ദൈവം നൽകുന്ന നല്ല സമയത്തിനായി, അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാ പ്രീത മക്കളെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് കൃപയുടെ സ്മാരകങ്ങൾ എന്നാണ്. മനപ്പാഠവാക്യം യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 23 24 വാക്യങ്ങൾ. അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടുന്നതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, മനോഹരമായ ഈ സമയത്ത് അവിടുത്തെ വചനം അടിയങ്ങൾക്ക് ഒന്നിച്ച് ചിന്തിപ്പാൻ നൽകിത്തന്ന ഈ സമയത്തിനായി സ്തുതിക്കുന്നു. അവിടുത്തെ തിരുവചനം അടിയങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ സാന്നിധ്യം, കൃപ അടിയങ്ങൾ മേൽ നൽകി അടിയങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ വിശ്വാസമുള്ളവരായി, പ്രത്യാശയുള്ളവരെ ജീവിപ്പാൻ അടിയങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം. ഈ പാഠം പഠിക്കുന്ന എല്ലാ ഇതിൻ്റെ മക്കളെയും അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. മനോമത്ത കർത്താവ് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആജീവനം തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. ദൈവജനമായ ഇസ്രായേലിൻ്റെ വാഗ്ദത്ത കനാനിലേക്കുള്ള പ്രയാണത്തിൽ അവർ നേരിട്ടിരുന്ന അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും, അതോരോന്നിൻ്റെയും പ്രത്യേകതയും, അതോരോന്നും എത്രമാത്രം വ്യത്യസ്തമായ സാഹചര്യവും സമയവും പ്രശ്നങ്ങളും ദൈവജനത്തിന് സൃഷ്ടിച്ചു എന്നും ആ ഓരോ പ്രതിസന്ധിയും എങ്ങനെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം അവരെ സഹായിച്ചു എന്നും, ഈ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തോട് അടുത്ത് വരുവാനും പൂർണ്ണമായി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസഹായത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനും, പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ കടന്നു വന്ന് ദൈവത്തിന് മഹത്വം നൽകുവാനും ആ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അവസരം നൽകിക്കൊണ്ടേയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കൃപയുടെ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയാൽ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അതെത്രമാത്രം നമുക്ക് ഓർത്തിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അതൊരു അടയാളമായിട്ടും ഒരു ഓർമ്മയായിട്ടും നിലനിൽക്കുന്നു എന്നും നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവകൃപയുടെ സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനും
അത് ഓർക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നാം സ്ഥിരമായി ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നാം ചെയ്യേണ്ടതാണെങ്കിൽ പോലും അത് വിട്ടുപോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുവാൻ കഴിയുന്നത് എന്നത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവ സവിശേഷതയാണ്. എന്നിരുന്നാലും ഈ പാഠത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ആവശ്യങ്ങളെ മാത്രമല്ല, നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങളെയും നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ല. കാരണം നമ്മുടെ ദൈവത്തോട് നമ്മളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന, നമ്മുടെ ദൈവത്തോട് നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കുന്ന, നമ്മുടെ ഹൃദയത്തിലെ പ്രത്യാശയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഈ സ്മാരകങ്ങൾ, അല്ലെങ്കിൽ കൃപയുടെ ഈ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എത്രമാത്രം അത്തരത്തിലുള്ള കൃപയുടെ സ്മാരകങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാൻ കഴിയുന്നു എന്നത് ദൈവത്തോട് എത്രമാത്രം നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമുക്ക് ജീവിക്കുവാൻ, ഓരോ ദിവസവും മുന്നേറുവാൻ കഴിയും എന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ കൃപയുടെ സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് ജീവിപ്പാനും ആ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്ക് നിലനിൽക്കുവാനും ആ വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വസിക്കുവാനും നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന മുഖാന്തരങ്ങളാണ് ഈ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അനേകരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃപയുടെ സ്മാരകങ്ങൾ എടുത്തു പറയുവാനായിട്ട് ഉണ്ടാവാം. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള അനേക സ്മാരകങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ, ദൈവം ചെയ്ത അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം, എത്രമാത്രം ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരുടെ മേലും ചൊരിയപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്ന ആ കൃപയുടെ സ്മാരകങ്ങൾ ഉണ്ടാവാം. ഈ സ്മാരകങ്ങൾ നമ്മുടെ മുൻപോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു പ്രചോദനമായി, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ പ്രേരശക്തിയായി, ബലമായി നമ്മളെ നയിക്കുവാനും ജീവിക്കുവാനും നമ്മളെ സഹായിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് കൃപയുടെ സ്മാരകങ്ങൾ ദൈവജനത്തിൻ്റെ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും അത് മറന്നു പോകാതിരിക്കുകയും അത് നാം ഓർക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് നമുക്ക് ഈ പാഠത്തിൻ്റെ ആമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ ദൈവമക്കൾ യോർദാൻ കടക്കുന്നു. ഈ യോർദാൻ കടക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സമയത്തെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുഭവത്തെ അവർക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, ഈ യോർദാൻ എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ അവരുടെ മുൻപിൽ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സമായി നിൽക്കുമ്പോൾ, ഒരു തടസ്സമായിട്ട് കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പും അതിനുള്ള ആത്മീയ ശക്തിയും അതിനുള്ള അവരുടെ പ്രാർത്ഥനയും മാനസികമായ ഐക്യവും ദൈവത്തോടും അതുപോലെ യോശുവയോടുമുള്ള അനുസരണവും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരു വലിയ ആത്മീയമായ ഉണർവിനും പ്രത്യാശയ്ക്കും അത് മുഖാന്തരം ഒരുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ യോർദാൻ കടക്കുമ്പോൾ, അല്ലെ യോർദാൻ കടക്കാനുള്ള ഒരുക്കത്തിൻ്റെ
പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പന അടങ്ങുന്ന സാക്ഷ്യപെട്ടകം എടുത്തുകൊണ്ട് പുരോഹിതന്മാർ മുൻപേ നടക്കുക എന്നുള്ളതാണ്. ആ സാക്ഷ്യപെട്ടകത്തിൽ നാം മനസ്സിലാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശുദ്ധ 10 കൽപ്പനകൾ അടങ്ങിയ പലകകളും മഹാപുരോഹിതനായ അഹരോൻ്റെ വടിയും അതുപോലെ മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും ആ സാക്ഷ്യപെട്ടകത്തിൽ ഉണ്ട്. ഈ 3 കാര്യങ്ങളും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അവരുടെ ആത്മീയ യാത്രയിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരുക്കത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ 10 കൽപ്പനകളും മഹാപുരോഹിതൻ്റെ വടിയും ദൈവം അവർക്ക് നൽകിയ ദൈവികമായ സ്വർഗീയമായ ആഹാരത്തിൻ്റെ ആഹാരം ഇട്ടുവെച്ച പൊൻപാത്രവും ദൈവ കൃപയുടെ ദൈവിക നടത്തിപ്പിൻ്റെ എത്ര വ്യക്തമായ ദൃഷ്ടാന്തം അടയാളമായിരുന്നു, അല്ലെ അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ, മറികടക്കുവാൻ നമുക്ക് ചില കൃത്യമായ മാർഗവും നിർദ്ദേശങ്ങളും നിബന്ധനകളുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനുള്ള ഒരു അവസരമായിട്ട് കൂടി നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ദൈവത്തിൻ ചില മാർഗങ്ങൾ ദൈവം തൻ്റെ മക്കൾക്ക് ചില നിർദ്ദേശങ്ങൾ, അതുപോലെ ചില സമയക്രമമൊക്കെ അവിടെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഈ ദൈവം അവർക്ക് നൽകുന്ന ഈ സമയക്രമവും അവരുടെ നിർദ്ദേശങ്ങളും, കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളും ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ മാർഗങ്ങളും പൂർണ്ണമായിട്ട് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാൻ അവർക്ക് ഇടയായിത്തീരുന്നത്. അത് ഈ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുവാൻ പോകുന്ന അനുഗ്രഹം, അല്ലെ ദൈവത്താൽ നടക്കുവാൻ പോകുന്ന ഒരു വലിയ അല്ലെങ്കിൽ വീര്യപ്രവൃത്തി, അത്ഭുത പ്രവൃത്തി, അത് അനുഭവിക്കുന്നതിന് മുമ്പ്, അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മളെ വിശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യത്തിലേക്കും ഈ ക്രമീകരണങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നതിന് മുമ്പ് നാം അത് പ്രാപിക്കുവാൻ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വേർതിരിക്കേണ്ട ആവശ്യവും, പ്രതിസന്ധികളെ മറികടക്കുവാൻ ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളും ആലോചനകളും ദൈവം കാണിക്കുന്ന വഴികളും നാം പൂർണ്ണമായിട്ട് പിൻപറ്റണമെന്നും നാം അതിൽ സഞ്ചരിക്കണമെന്നും ദൈവം പറയുന്ന ആലോചനകൾ നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് അതിൻ പ്രകാരം നാം പ്രവർത്തിക്കുകയും അനുസരിക്കുകയും നമ്മൾ ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാനും അത് അനുഭവിക്കുവാനും ഇടയായിത്തീരുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എവിടെ? യോർദാൻ കടക്കും മുമ്പ്. ഞാൻ ആ വാക്യമല്ല, അതിൻ്റെ ഉള്ളടക്കമാണ് പറയുന്നത്. യോർദാൻ കടക്കും മുമ്പ്
നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ എന്ന് യോശുവ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്. ഇപ്പൊ യോർദാൻ കടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഒരു അനുഭവത്തെയാണ്. ഒരു പ്രതിസന്ധി മറികടക്കുവാൻ നാം എന്തൊക്കെ ചെയ്യണം, നാം എങ്ങനെ സജ്ജരാകണം, അതിനായിട്ട് നമ്മളെങ്ങനെ ഒരുങ്ങണം, അതിനായിട്ട് നാം എങ്ങനെ നമ്മളെ സമർപ്പിക്കണം എന്ന ഒരു പരിശീലനമാണ് ഈ യോർദാൻ കടക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിക്ക് മുമ്പിൽ ഉള്ളത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. അപ്പം യഹോവ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന മുമ്പ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, നമ്മെ തന്നെ ശുദ്ധീകരിക്കണം, ഇസ്രായേൽ ജനം തന്നെത്താൻ ശുദ്ധീകരിക്കപ്പെടണമെന്ന് അവിടെ സംഖ്യാപുസ്തകം 11-ന്റെ-18 പറയുന്നുണ്ട്. മാത്രമല്ല ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യം നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളത് ആയിരിക്കണം. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവം നമുക്ക് ഒരു അനുഗ്രഹം നൽകുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുമ്പോൾ അത് നമുക്ക് പ്രാപിക്കുവാനും അനുഭവിക്കുവാനും കഴിയണമെങ്കിൽ നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നവരും നമ്മളെ തന്നെ വേർതിരിക്കുന്നവരും നാം ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തിൻ്റെ വാക്കുകൾ അതുപോലെ പാലിക്കുന്നവരും ദൈവം കാണിക്കുന്ന വഴിയിൽ നാം നടക്കുന്നവരും ആകുമ്പോഴാണ് ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മറികടക്കുവാനും തരണം ചെയ്യുവാനും അതിനോട് ചേർന്ന് ദൈവം നമുക്ക് ഒരുക്കുന്ന അനുഗ്രഹം പ്രാപിക്കാനും നമുക്ക് കഴിയുന്നത് അപ്പോഴാണ്. ഇപ്പം യോർദാൻ കടക്കുന്നു നമ്മൾ പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നാം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവം നമ്മളെ നടത്തുവാൻ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുന്ന ഒരു ശുദ്ധീകരണ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ യോർദാൻ കടക്കുന്ന അനുഭവം അല്ലെങ്കിൽ ചെങ്കടൽ കടക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വേദനകളും ദൈവത്തിൽ നമ്മൾ പകരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൃപ ചെയ്യുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും ആ പ്രതിസന്ധിയിൽ നിന്നോ പ്രയാസത്തിൽ നമ്മളെ വിട്ടുവിക്കുവാനും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ പുരോഹിതന്മാർ തയ്യാറെടുത്ത് ദൈവത്തിൻ്റെ സാക്ഷ്യപെട്ടകം എടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നടന്നതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ നിയമം, അതുപോലെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം നാം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മളെ ഒരുക്കുക എന്നാണ്. നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്, അത്ഭുതങ്ങളുടെ ജീവനുള്ള ദൈവം, ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അനേകർ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും അതിനർത്ഥം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നാം കാണുന്ന അനേക അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒക്കെ അത്തരത്തിലുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ച് വിശ്വസിക്കുകയും അതിന് വ്യാപകമായ സ്വീകാര്യം ലഭിക്കുകയും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നതാണെന്നോ അല്ലെങ്കിൽ ചിന്തിക്കുകയും അങ്ങനെ അനേകർ സത്യത്തെ വിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട് ദൈവിക ഉപദേശങ്ങളെ വിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പിന്നാലെ കടന്നു പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അതിശയങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എബ്രായ വാക്ക് എന്ന് പറയുന്നത്
നിഫ്ലവോട്ട് എന്നാണ്. അപ്പം അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയെ, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത, മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാത്ത അമാനുഷികമായ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതാണ് ഈ നിഫ്ലവോട്ട് എന്ന് പറയുന്ന എബ്രായ പദം ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അതിശയങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനൊരു അത്ഭുതം പ്രവർത്തിക്കുന്നത് പോലെയല്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ അത്ഭുതം അവൻ്റെ ചുറ്റുപാടുകളോ അവൻ്റെ ചിന്തയിലോ അല്ല അവന് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ മനുഷ്യരിൽ ഒരുപക്ഷെ ഒരു വിസ്മയം ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനും ചിന്തിക്കുവാനും ഒരു മനുഷ്യനും അല്ലെങ്കിൽ ചെയ്യുവാനും കഴിയാത്ത, ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിലൂടെ കടന്നു പോകാത്ത, ചിന്തയിലൂടെ കടന്നു പോകാത്ത വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുന്ന ആ പ്രവൃത്തിയാണ് അതിശയങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുടെ സങ്കീർത്തനം 78 അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത്, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിവനെയും വിടുവിക്കുമല്ലോ. എളിവനെയും ദരിദ്രനെയും അവൻ ആദരിക്കുകയും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന അത്ഭുതങ്ങളും അല്ലെങ്കിൽ വീര്യപ്രവൃത്തികളും മനുഷ്യരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ച് അപ്രാപ്യവും അല്ലെങ്കിൽ അസാധ്യവും ചിന്തിക്കാൻ കഴിയുന്നതുമല്ല എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്, വിശുദ്ധ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും അത്തരത്തിലുള്ള അനേക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള യാത്ര പുറപ്പെടുന്ന ആ സമയത്ത് അതിനോടനുബന്ധിച്ച് ദൈവം കാണിച്ച, ദൈവം നൽകിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യന് ചെയ്യാവുന്ന അത്ഭുതങ്ങളിൽ നിന്നും അതിശയങ്ങൾ എത്ര വ്യത്യസ്തമായിരുന്നുവെന്ന് അവിടെ വ്യക്തമായിട്ട് വേർതിരിച്ച് കാണുന്നുണ്ട്. സങ്കീർത്തനം 9:1 പറയുന്നത്, ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ എന്നാണ്. അപ്പോൾ ഈ മഹത്വവും അത്ഭുതങ്ങളും ഒരു മനുഷ്യനും ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതോ മറ്റ് ദേവന്മാരെന്നോ അല്ലെങ്കിൽ ദൈവങ്ങളോ എന്ന് പറയുന്ന മനുഷ്യ ദൈവങ്ങളോ അല്ലാത്ത ദൈവങ്ങൾക്കോ ഒരിക്കലും ചെയ്യുവാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം വിവരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നാം യിരെമ്യാ പ്രവചനം 32 അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയായ കർത്താവേ, നീ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ആ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്ന് തന്നെ ദൈവം അത്ഭുതങ്ങളുടെ ജീവനുള്ള ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാനും അത് സ്ഥാപിക്കുവാനും മറ്റു കൂടുതൽ വാക്യങ്ങളോ വിശദീകരണത്തിൻ്റെയോ ആവശ്യം ഇല്ല. കാരണം അത് മറ്റൊരുത്തർക്കും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ ഒന്നും കൂടി വിശദമാക്കാൻ ഒരു വാക്യം കൂടി നമുക്ക് വായിച്ചാൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാകും. സങ്കീർത്തനം 96:5 രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്,
ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികൾ അത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്, അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് നൽകുവാൻ ശക്തനും മതിയായവനുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഇപ്പോൾ ദൈവജനത്തെ സംബന്ധിച്ച് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് സക്കറിയ പ്രവാചകൻ പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് ഈ കാലത്തിൽ ഈ ജനത്തിൻ്റെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നുവെങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ എൻ്റെ ജനത്തെ ഉദയദേശത്തു നിന്നും അസ്തമയദേശത്തു നിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവരും, അവർ യെരൂശലേമിൽ പാർക്കും. സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ഈ വാക്കുകളിൽ നിന്നൊക്കെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ വീര്യപ്രവൃത്തികളുടെ ദൈവമാകുന്നുവെന്നും ആ ദൈവം നമ്മളെ വഴി നടത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എന്ത് കാര്യങ്ങളും നമുക്ക് നൽകി തരുവാനും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ അപകടങ്ങളിൽ നിന്നും ദുർഘട സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുവാനും രക്ഷിക്കുവാനും കഴിയുന്ന ശക്തിയുള്ള ദൈവമാകുന്നുവെന്നും ആ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ് എന്നും മറ്റ് ദേവന്മാരെ പോലെ മിഥ്യാമൂർത്തികളല്ല എന്നും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ജീവനുള്ള ദൈവമാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാനും ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആശ്രയിക്കുവാനും കഴിയും എന്ന് പറയുന്നു. ഇത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് ആ ദൈവത്തോട് വിശ്വാസവും സ്നേഹവും നമുക്ക് ഉണ്ടാകുവാനും ആ ദൈവമായിട്ട് അടുത്ത് വസിപ്പാനും ആ ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കുവാനും ആ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുവാനും നമുക്ക് എത്ര എളുപ്പമായിട്ട് നമുക്ക് കഴിയും. കാരണം നമ്മളെ വഴി നടത്തുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന, വീര്യപ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ജീവനുള്ളൊരു ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം പിൻപറ്റുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ദൈവികമായ ശക്തികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ മാനുഷ്യമായ വീര്യപ്രവൃത്തികളെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിയാത്ത അനേകർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളമുണ്ട്. എന്നാൽ നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ, അത് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 27 വാക്യങ്ങളിൽ ഒരു വ്യക്തിയുടെ അനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒരു പ്രമാണി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിൻ്റെ ചോദിക്കുന്നു, ഗുരു, ഞാൻ നിത്യവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ യേശുക്രിസ്തു അവനെ ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടില്ലേ? അതിലെന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നീ അത് പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ ആ വ്യക്തി പറയുന്നത്, പ്രമാണി പറയുന്നതൊക്കെയും എനിക്ക്
അറിയാം. ഞാൻ ബാല്യം മുതൽ ഇതൊക്കെ പഠിച്ചിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആ പ്രമാണിയോട് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്ത് കൊടുക്കുക. എന്നാൽ ആ വ്യക്തിക്ക് അതിന് കഴിഞ്ഞില്ല. ആ പ്രമാണി യേശുവിൻ്റെ സന്നിധി വിട്ട് പോയി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായും നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ, അതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇതൊക്കെ വെറും കാര്യങ്ങളായിട്ടോ കഥകളായിട്ടോ അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുന്ന വിഷയങ്ങളായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിലല്പം പോലും അത്ഭുതപ്പെടേണ്ട. കാരണം വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും ദൈവം അത്ഭുതങ്ങളുടെ ജീവനുള്ള ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചിന്ത ഓർക്കുക എന്താണ്. ഈ ഓർക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ചെയ്യുന്ന നന്മകളെയും ഉപകാരങ്ങളെയും നാം ഒരിക്കലും മറന്നു പോകരുത് എന്ന് നാം ആമുഖത്തിൽ കേട്ടതുപോലെ നാം ഓർത്തിരിക്കേണ്ടത് ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, ദൈവത്തോട് നമ്മുടെ സഹവാസം, അതൊക്കെ നമുക്ക് എപ്പോഴും സജീവമായിട്ട് അല്ലെങ്കിൽ ജീവിക്കുന്ന അനുഭവത്തിൽ നമുക്ക് നിലനിർത്തുവാനും അതിനെ വർദ്ധിപ്പിക്കുവാനും നമുക്ക് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നാം എപ്പോഴും ഓർക്കേണ്ട ആവശ്യം ഉണ്ട്. കൃപയുടെ സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെതായ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇതൊക്കെ നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക അടയാളങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിലൊന്ന് മഴവില്ലാണ്. നമുക്കറിയാം, നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം താൻ ഇനി വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് തൻ്റെ ജനവുമായിട്ട് ദൈവം ചെയ്യുന്നൊരു ഉടമ്പടിയുടെ അടയാളമാണ് മഴവില്ല് എന്ന് പറയുന്നത്. മറ്റൊരടയാളം നമ്മൾ കാണുന്നത് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഒരു വലിയ സംഹാരം അവിടെ നടക്കുന്നതായിട്ട്, രക്തച്ചൊരിച്ചിൽ നടക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു. അവിടെ ദൈവത്തിൻ്റെ ജനത്തിന് ആ സംഹാരകനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരടയാളം ദൈവം നൽകിയിരുന്നു. അവരുടെ വീടുകളുടെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാഹാബ് രക്ഷിക്കപ്പെടേണ്ടതിന് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാതിരിക്കേണ്ടതിന് രാഹാബിൻ്റെ വീടിൻ്റെ വാതിൽ അല്ലെങ്കിൽ മാളികമുറിയുടെ വാതിലിൽ ഒരു ചുവന്ന ചരട് കെട്ടണമായിരുന്നു. അത് അടയാളമാണ്. ഇതൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ
ദൈവം തൻ്റെ ജനത്തോട് അവർ ചെയ്യുവാൻ പറഞ്ഞ, അവരെ വേർതിരിച്ച് നിർത്തുന്ന, അവർ ദൈവമക്കളാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന അടയാളങ്ങളായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതുപോലെ വിശുദ്ധ ശബത്ത് അടയാളമാണ്. എന്ത്? സൃഷ്ടിയുടെ അടയാളമായിട്ട് ദൈവം തൻ്റെ ജനത്തിന് നൽകിയിട്ടുള്ളതാണ് ശബത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെയും ദൈവം സൃഷ്ടാവാകുന്നു എന്നതിനെയും ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നതിൻ്റെയും അടയാളമായിട്ട് ശബത്ത് ദൈവം നൽകിയിരിക്കുന്നു എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ, അടയാളങ്ങൾ ശേഷിപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിനും ജീവിതയാത്രയ്ക്കും ഏറ്റവും സഹായകരമാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഇവിടെ സിക്കറോൺ എന്ന പദം അത് ഓർമ്മിക്കുക എന്നാണ്. ആ വാക്കിൽ നിന്ന്, അല്ലെങ്കിൽ ആ പദത്തിൻ്റെ മൂലപദമായ സിക്കറിൽ നിന്നാണ് നമ്മൾ ഈ ഓർക്കുക, അല്ലെങ്കിൽ സ്മാരകം, അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുക എന്ന വാക്ക് അല്ലെങ്കിൽ വരുന്നത്. അത് വലിയ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ഓർക്കുവാനും അതിനെ സൂചിപ്പിക്കുവാനും ആയിട്ട് രേഖപ്പെടുത്തുന്നു. അത് അനേക ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആവർത്തന പുസ്തകം 8:2, ആവർത്തനം 5:15, അതുപോലെ പുറപ്പാട് 31:13-17, എസെക്കിയേൽ 20:12, ഇവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ, സ്മാരകങ്ങൾ, അല്ലെങ്കിൽ ഓർക്കുവാനുള്ള കാര്യങ്ങളെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ അടയാളങ്ങളും ഈ സ്മാരകങ്ങളും, അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ എത്രമാത്രം ഈ നാളുകളിൽ നാം ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആലോചനയിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ദൈവിക വഴികളിൽ നാം നടന്ന് ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് ദൈവം ചെയ്ത ആ നന്മകളെ, ഉപകാരങ്ങളുടെ സ്മാരകങ്ങളെ നാം ഓർത്തുകൊണ്ട് അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയമായി എത്രമാത്രം നമ്മളെ ശക്തീകരിക്കുക, ബലപ്പെടുത്തുക, അല്ലെ ആത്മീയമായി എത്രമാത്രം നമ്മൾ വളരുക എന്നതിനെ ഇത് എടുത്ത് കാണിക്കുന്നു, സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ കാണുന്നത് ഇസ്രായേൽ ജനം യോർദാൻ നദി കടക്കുമ്പോൾ ആ യോർദാൻ്റെ നടുവിൽ നിന്ന് ഓരോരുത്തരും ഒരു കല്ല് അവരുടെ ചുമലിൽ എടുക്കുവാൻ ദൈവം യോശുവ മുഖാന്തരം ആവശ്യപ്പെടുന്നു. ഈ കല്ല് ഒരു അടയാളമായിട്ട് പിന്നീട് ആ ജനത്തിന് മാത്രമല്ല വരും തലമുറയ്ക്കും അടയാളമായിട്ട് അത് മാറണം എന്ന് ദൈവം ആഗ്രഹിച്ചു. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം എവിടെയൊക്കെ കൂടാരം അടിച്ച് പാർത്തിരുന്നുവോ അവിടെയൊക്കെ ആ കൂടാരവാസം അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു യാഗപീഠം അടയാളമായിട്ട് അവിടെ നിലനിന്നിരുന്നു. അതുപോലെ ദൈവജനമായ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ധാരാളം അടയാളങ്ങൾ അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് ദൈവം
നൽകി. ഇതൊക്കെ ദൈവത്തെ മറന്നു പോകാതെ ജീവിക്കുവാൻ, മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ എത്രമാത്രം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ചു എന്നും മനസ്സിലാക്കുവാൻ അത് നമ്മളെ സഹായിക്കും. ഈ ഓർക്കുവാനുള്ള കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും കൃപയുടേതായ സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുമ്പോഴും ഭൗതികമായി ദൈവം ചെയ്ത നന്മകൾക്ക് അല്ലെ ഉപകാരങ്ങൾക്ക് നാം ഒരു അടയാളം ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ വരും തലമുറയ്ക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും അത് മുഖാന്തരമായി തീരും. കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ അനന്തര തലമുറയെ പൂർണ്ണമായിട്ടും എല്ലാം വിശ്വസിപ്പിക്കുവാനും എല്ലാം പറഞ്ഞു കൊടുക്കുവാനും കഴിയുന്നതല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം തൻ്റെ വിശുദ്ധ കൽപ്പനകൾ നൽകി അവരെ വഴി നടത്തുമ്പോഴും ആ കൽപ്പനകൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും മനസ്സിലാക്കി കൊടുക്കുന്നതിലും വരും തലമുറ എത്രമാത്രം അതിനെ സ്വീകരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നു എന്നതും ദൈവം മനസ്സിലാക്കിയതുകൊണ്ടാണ് മോശയോട് സിനായി പർവ്വതത്തിൽ കയറി വരാൻ ദൈവം ആവശ്യപ്പെട്ടിട്ട് അത് എഴുതി അവർക്ക് നൽകുവാൻ കാരണമായി തീർന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയമായിട്ട് വളരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൃപകൾ, അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന, ഓർക്കുവാൻ കഴിയുന്ന അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും അത് കഴിയും എന്ന് നമുക്ക് കഴിയാം. നാം തുടർന്ന് ചിന്തിക്കുന്നത് മറവി എന്നതാണ്. ഈ മറവി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അറിയാം. യോശുവയുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത്, നമ്മൾ നേരത്തെ കണ്ട ഈ യോർദാനിൽ നിന്ന് എടുത്ത ആ കല്ലുകൾ യഹോവ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ഗിൽഗാലിൽ നാട്ടി. ഇത് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ദൈവം തങ്ങളെ എങ്ങനെയാണ് യോർദാൻ കടക്കുവാൻ സഹായിച്ചതെന്ന് അവരോട് പറയുവാൻ, ആ ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം ആ ജനത്തോടു കൂടെ ഇരുന്നു എന്ന് വരും തലമുറ മനസ്സിലാക്കുവാൻ ഈ കല്ല് ഗിൽഗാലിൽ നാട്ടി, അല്ലെങ്കിൽ ഗിൽഗാലിൽ അത് ഒരു സ്മാരകമായിട്ട് അത് നാട്ടുവാനിടയായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഇത് ചെയ്യുന്നത് ദൈവജനം ദൈവത്തെ മറക്കുവാനുള്ള സാധ്യത ഇല്ലാതാക്കുവാനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അത്തരമൊരു സന്ദർഭത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇസ്രായേൽ മക്കൾ അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർക്കുവാനും അല്ലെങ്കിൽ അത് മറന്നു പോകാതിരിക്കാനും അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃപയുടെ സ്മാരകങ്ങൾ മാത്രമല്ല, അവരെ ദൈവം നടത്തിയ ആ ഓർമ്മയ്ക്കായിട്ട് സ്മാരകങ്ങളും ഓർമ്മസ്തംഭങ്ങളും ഉണ്ടാക്കേണ്ടത്
ദൈവമക്കൾ ദൈവത്തെ മറന്നു പോകുവാൻ ഇടയാവാതിരിക്കാനും മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തെ സ്നേഹിപ്പാനും ആ അത്ഭുതങ്ങളുടെ ദൈവത്തെ പിൻപറ്റുവാനും അവരെ സഹായിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള മറവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ദൈവജനം ചെങ്കടൽ കടക്കുന്നതും അതുപോലെ യോർദാൻ കടക്കുന്നതും രണ്ട് പശ്ചാത്തലവും രണ്ട് സമയവും രണ്ട് അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുമാണ്. ഇപ്പോൾ ചെങ്കടൽ കടന്ന അനുഭവം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ, അറിഞ്ഞ അല്ലെങ്കിൽ അത് അനുഭവിച്ച ജനമല്ല യോർദാൻ കടക്കുവാൻ വരുന്നത്. അത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ പൂർവ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളോ അനുഭവങ്ങളോ കൊണ്ട് മാത്രം അടുത്ത തലമുറ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ ദൈവത്തിൽ ആശ്രയിക്കുവാനും കഴിയും എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മെ സംബന്ധിച്ച് ഒരു ജനം എന്ന നിലയിൽ, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി, ഒരു വ്യത്യസ്തത, ഒരു അടയാളം നിലനിർത്തണമെങ്കിൽ നാം ആരാണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. മാത്രമല്ല, നാം എവിടെ നിന്ന് ആണ് വരുന്നത്, യാത്ര തിരിച്ചത്, നാം എവിടേക്കാണ് പോകുന്നത്, ഇതിനിടയിലുള്ള ഈ സമയം നാം എന്താണ് ചെയ്യേണ്ടത്, നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നാം എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ടുകൊണ്ട് നമ്മുടെ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് ജനത്തിനിടയിൽ നാം ജീവിക്കുമ്പോഴും നിലനിൽക്കുമ്പോഴാണ് നാം തീർച്ചയായിട്ടും ആരാണ് എന്ന് ഓർക്കുന്നതും മറന്നു പോകാതെ ഇരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു തന്നെ നാം മറന്നു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് യേശുക്രിസ്തു അന്ത്യ അത്താഴ സമയത്ത് പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിങ്ങൾ മറന്നു പോവരുത്. അല്ലെങ്കിൽ ഇപ്പൊ കർത്താവ് യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ മക്കളെ ചേർക്കുന്ന സമയം വരെയും അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? എൻ്റെ ഓർമ്മയ്ക്കായിട്ട്, കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ എന്നാണ്. ഇപ്പൊ ദൈവത്തെ മറന്നു പോകാതെ ഓർത്തിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു മറവി സംഭവിക്കാതിരിക്കാൻ നാം എപ്പോഴും ആത്മീയമായിട്ട് എപ്പോഴും ബോധമുള്ളവരും അല്ലെങ്കിൽ സുബോധമുള്ളവരും നാം ആലോചനയുള്ളവരും ശരിയായി ബുദ്ധിയുള്ളവരും ആയിരിക്കണമെന്ന് നമ്മളിത് പഠിപ്പിക്കുന്നു. ഇപ്പോൾ സുബോധത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തുന്നുവെങ്കിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ, എത്രമാത്രം കൃപ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞുവെന്ന് ഓർക്കുവാൻ കഴിയുക മാത്രമല്ല, ആ കൃപയുടെ സ്മാരകങ്ങളെ
നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഭൗതികമായ എത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി എന്നതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവശേഷിപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അവരും ആരാണ് എന്ന ഒരു തിരിച്ചറിവിൻ ബോധത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാനും അവർക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറവി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മൾ 103 സങ്കീർത്തനം പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ ശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നത്? നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലാവുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഭാമധ്യമാകുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ നമ്മൾ ഓർക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും അവർക്കതൊരു സന്തോഷവും പ്രചോദനമായിട്ട് മാറുവാനും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിൽ വിശ്വസിപ്പാനും ആ ദൈവത്തിൽ ആശ്രയിപ്പാനും അവർക്ക് ഒരു പ്രേരണ ശക്തിയായിട്ട് അത് മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ഒരിക്കലും ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ മറക്കരുത്. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്പോൾ കർത്താവിനെ മറന്നു പോകാതെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ദൈവം നമ്മോട് അരുളി ചെയ്തതായ ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ട് മറന്നു പോകാതെ കൃപയുടേതായ വലിയ അനുഭവങ്ങൾ, സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് നമുക്കൊരുക്കുന്ന സ്വർഗീയ വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യരാകുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മളെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നു. അവിടെ നാം തുടർന്ന് ചിന്തിക്കുന്നത് യോർദാന് അപ്പുറം. സങ്കീർത്തനം 66:6 വായിക്കുന്നത്, അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നു പോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അല്ലേ? യോർദാനപ്പുറം അല്ലെങ്കിൽ ചെങ്കടലിന് അപ്പുറം ഒരു നല്ല അനുഭവം ഉണ്ട്, ഒരു നല്ല ജീവിതം ഉണ്ട്. അതും നമുക്ക് ഒരുക്കുന്നത് നമ്മുടെ ദൈവമാണ്. നമ്മൾ 14 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ സമുദ്രം കണ്ട് ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റനേക വേദഭാഗങ്ങളിൽ ഇതുപോലെ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ട്. ഇപ്പം ചെങ്കടൽ കടക്കുന്നതോ യോർദാൻ കടക്കുന്നതോ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ യുഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധി മറികടക്കുമ്പോൾ നാം ഒരു പുതിയ അനുഭവത്തിലേക്കാണ് കടന്നു വരുന്നത്. ഒരു പ്രയാസം നാം അതിജീവിക്കുമ്പോൾ നാം വലിയൊരു ആശ്വാസത്തിലേക്കാണ് കടന്നു വരുന്നത്. നാം ഒരു മല കയറി വരുമ്പോൾ അതിൻ്റെ ഉന്നതിൽ നാം എത്തുമ്പോൾ, അതിൻ്റെ മുകളിൽ നാം എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നൊരു ആശ്വാസം ഉണ്ട്. ഇതുപോലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഒരു അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് നമ്മളെ മുൻപോട്ട് നയിക്കുമ്പോൾ അത്
നമുക്കൊരു പുതിയ അനുഭവമാണ് നൽകിത്തരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രതിസന്ധികൾ നാം മറികടക്കുമ്പോൾ ഒരു പുതിയ അനുഭവത്തിലേക്കും ഒരു പുതിയ ജീവിതത്തിലേക്കും ഒരു പുതിയ ഉടമ്പടിയിലേക്കും നമുക്ക് കടക്കുവാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ, അടയാളങ്ങൾ, സ്മാരകങ്ങൾ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയത് അവർ ദൈവത്തെ മറന്നു പോകാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം ജീവിക്കുവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു അനുഭവം ഏലിയാവിനെയും എലീശയെ സംബന്ധിച്ച് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഒരു അത്ഭുതത്തിൻ്റെ പശ്ചാത്തലം, അത് എലീശയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു പുതിയ ജീവിത അനുഭവം, അല്ലെങ്കിൽ ഒരു പുതു യുഗത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഈ ചെങ്കടലും യോർദാനുമൊക്കെ അവർ എത്രമാത്രം പ്രയാസങ്ങളോടോ ഭയത്തോടോ പരിഭ്രമത്തോടോ ആ സ്ഥലം വരെ കടന്നു വന്നിട്ട്, യോർദാൻ്റെയും ചെങ്കടലിൻ്റെയും കര വരെ കടന്നു വന്നിട്ട് അതിനെ മറികടന്നുകൊണ്ട് അതിൻ്റെ ഇക്കരെ പ്രവേശിക്കുമ്പോൾ ആ ജനത്തിൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം, അത് നമുക്ക് ഒരുപക്ഷെ വിവരിക്കുവാൻ കഴിയുന്നത് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അനുവദിക്കുന്നത് അവർ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് നിലനിൽക്കുവാനും ആ വിശ്വാസത്തിൽ അവർ വളരുവാനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് കടന്നു വരുമ്പോൾ സാത്താനിൽ പരീക്ഷിക്കപ്പെടുവാൻ 40 ദിവസം അവൻ മരുഭൂമിയിലേക്ക് പോയി എന്നാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ജീവിച്ച ആ ഒരു കാലത്തിൻ്റെ ഓർമ്മയും അതിനോട് ചേർന്നും നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഇതൊക്കെ ചേർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് പറയുന്നത് 40 ആണ്ട് ആരോട് ക്രോധിച്ചു? ആര്? ദൈവം. പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? നോക്കുക പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങളോ ജീവിത അനുഭവങ്ങളോ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അവരെ സ്നേഹിക്കാത്തത് കൊണ്ടോ
ദൈവം അവർക്ക് കൃപ നൽകാത്തത് കൊണ്ടോ അല്ല ദൈവം അവരെ നടത്താത്തത് കൊണ്ടോ അല്ല. എന്നാൽ ആ ദൈവത്തിൻ്റെ കൈക്കീഴ് താണിരിപ്പാനും നടത്തപ്പെടുവാനും നയിക്കപ്പെടുവാനും പലപ്പോഴും അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ടും ആ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടും ആ ദൈവത്തോട് മത്സരിക്കുന്നത് കൊണ്ടും പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നാശം വന്ന് ഭവിക്കുന്നുവെന്നും നാശത്തിന് വിധേയരായിത്തീരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും രക്ഷിച്ച് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നാം വചനത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. നാം ഒരു വാക്യം വായിക്കുന്ന സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും. അപ്പം ഇതൊക്കെ ഈ വാക്യമൊക്കെ നമ്മളുടെ എന്താണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാം ദൈവത്തെ മറന്ന് കളയാതെ അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതെ നമ്മളിൽ ഒരു അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാവാതെ നാം നമ്മളെ തന്നെ നോക്കുക, ശ്രദ്ധിക്കുക. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ അതിൽ ദൈവം അവരെ തൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ തൻ്റെ ഭുജവീര്യം കൊണ്ട് വിടുവിച്ചപ്പോൾ അവർക്ക് ഓർക്കുവാൻ അനേക കാര്യങ്ങൾ ദൈവം നൽകി. മറന്നു പോകാതിരിക്കുവാൻ അനേക നിർദ്ദേശങ്ങൾ ദൈവജനത്തിന് കൊടുത്തു. പക്ഷേ മത്സരിച്ച് അനുസരണമില്ലാതെ ദൈവത്തിൻ്റെ വചനം ത്യജിച്ച് കളഞ്ഞ് ദുഷ്ടഹൃദയത്തോടെ ജീവിച്ച ദൈവത്തിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നശിച്ചു പോയെങ്കിൽ അത് ആ ജനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെ ആയിരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നാം ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മുടെ അനുസരണവും നമ്മുടെ പ്രത്യാശയും വിശ്വാസവും നാം ഏതിൽ നാം ഉറപ്പിച്ചിരിക്കുന്നു, അതിന് നങ്കൂരം നാം ഇവിടെ ഇട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ജീവനുള്ള അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഭുജബലത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വീര്യപ്രവർത്തികൾ ആശ്രയിച്ചുകൊണ്ട് നാം തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും എന്നറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് അത് പ്രാപിപ്പാൻ നാം ഒരുങ്ങുമ്പോൾ പ്രിയദൈവമേ, നമ്മളെ അത്ഭുതകരമായിട്ട് വഴി നടത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുവാൻ, കൃപയുടെ സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശേഷിപ്പിക്കുവാൻ ആ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കൃപയുടെ സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിൽ ഉറപ്പിക്കുവാൻ, ദൈവമക്കളായി തീർക്കുവാൻ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സാക്ഷ്യങ്ങൾ എപ്പോഴും സഹായമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാ പ്രീതി മക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പാഠത്തിൽ സംബന്ധിച്ച എല്ലാ പ്രീതി മക്കൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ദൈവസന്നിധിയിൽ ഞാൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, തിരുനാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾക്ക് അല്പസമയം ഇരുന്നു കൊണ്ട് അവിടുത്തെ വചനം പഠിക്കുവാൻ അടിയങ്ങളോടൊന്ന് സഹായിച്ചു. അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തുന്ന അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. കൃപയുടെ അടയാളങ്ങളും സ്മാരകങ്ങളും ജീവിതത്തിൽ ശേഷിപ്പിച്ചുകൊണ്ട് ഈ മരുഭൂമി യാത്രയിൽ അടിയങ്ങളെ വഴി നടത്തുമ്പോൾ അടിയങ്ങൾ കർത്താവിനെ മറന്നു പോകാതെ ഓർത്തുകൊണ്ട് അടിയങ്ങളുടെ മക്കളോട് അടിയങ്ങളത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവമക്കളായി അവരെ രൂപാന്തരപ്പെടുത്തി ദൈവവിശ്വാസത്തിൽ വളർന്നു വരുവാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തിലല്ല വരുവാനിരിക്കുന്ന നിത്യലോകത്തിൽ അവർ അവകാശികളായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കുവാനും അതിന് പ്രകാരം ജീവിപ്പാനും അടിയങ്ങൾ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ പാഠപഠനത്തിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും, തുടർന്ന് ഈ പാഠം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ ഓരോ കർത്താവെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കൃപയിലും അവിടുത്തെ സമാധാനത്തിലും നിറച്ചു കൊള്ളണം. അനുഗ്രഹത്താൽ വഴി നടത്തണം. എല്ലാ ക്രൂകളെ കർത്താവ് ക്ഷമിക്കണം. മൗനമൊത്തം അവിടെ നിന്ന് എടുക്കണം. എല്ലാ അടികൾക്ക് ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയെടുക്കണം. നല്ല ദൈവമേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ആമേൻ.